ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ കുറച്ച് എണ്ണ മതി ഇത് ഉണ്ടാക്കാനായിട്ട്, ബാക്കി എണ്ണ ഒന്നും വരില്ല. വളരെ ക്രിസ്പി ആയിട്ടുള്ള ഈ സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഉപ്പിട്ട് വേവിച്ച വെർമിസെല്ലി 1/2 കപ്പ് ചേർക്കുക. ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഊറ്റിയതാണിത്. ഇതിലേക്ക് ഒരു മീഡിയം സവാളയുടെ പകുതി സ്ലൈസ് ചെയ്ത് ചേർക്കുക. ഒരു വലിയ പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചി ചേർക്കുക. പിന്നെ ഇതിലേക്ക് ടേസ്റ്റിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. തേച്ച് കുഴക്കൊന്നും വേണ്ട, ഇത് പതുക്കെ ഒന്ന് മിക്സായാൽ മാത്രം മതി. അപ്പോൾ ഇതെല്ലാം കൂടി സവാളയും വെർമിസെല്ലി പച്ചമുളക് ഇഞ്ചി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ പച്ചരിപ്പൊടി ചേർക്കുക. പച്ചരിപ്പൊടി വറുത്തതോ പച്ചയോ ഏത് വേണമെങ്കിലും ചേർക്കാം. എന്നിട്ട് ഈ പച്ചരിപ്പൊടി നന്നായിട്ടൊന്ന് ഈ ബാറ്ററുമായിട്ട് മിക്സ് ചെയ്യുക. തേച്ച് കിഴക്കൊന്നും വേണ്ട, പൊടിയുടെ കോട്ടിങ് എല്ലായിടത്തും ഒന്നും ആകണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. കൂടുതൽ ലൂസാകാനൊന്നും പാടില്ല, ചെറുതായ ഒരു ഒട്ടൽ മാത്രം മതി. നമുക്കിനി ഇത് ഫ്രൈ ചെയ്യാം. ഒരു പാനിൽ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുക. ഞാൻ ആകെ 2 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്യാൻ ഞാൻ ചേർക്കുന്നത്. നമ്മൾ ഒത്തിരി എണ്ണയിട്ട് മുക്കി പൊരിച്ചൊക്കെ വരുമ്പോഴേക്കും നമുക്ക് ഒത്തിരി എണ്ണ നഷ്ടപ്പെടും. അവസാനം വരുന്ന എണ്ണയൊക്കെ നമ്മൾ കളയുകയാണ് സാധാരണ ചെയ്യുന്നത്. കാരണം വീണ്ടും വീണ്ടും ഫ്രൈ ചെയ്യുന്നത് ഹെൽത്തിന് നല്ലതല്ലാത്തതുകൊണ്ട് എല്ലാവരും തന്നെ ഇപ്പോൾ അത് കളയുകയാണ് ചെയ്യണത്. വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ് എല്ലാവരും. അപ്പോൾ അതുകൊണ്ട് എണ്ണ കളയുന്നതിൽ നമുക്ക് വിഷമം ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ അവസാനം കാണാം എത്ര എണ്ണ ബാക്കി വരുമെന്ന്. അപ്പം നമുക്ക് ഈ എണ്ണ ചൂടായതിന് ശേഷം ഈ ബാറ്റർ നന്നായിട്ട് കൈകൊണ്ട് പരത്തി അങ്ങോട്ട് ഇടുക. കൈവെള്ളയിൽ വെച്ച് പരത്തണമെങ്കിൽ അങ്ങനെയും പരത്താം, അല്ലാതെ കൈ കൊണ്ട് തന്നെ നമുക്കൊരു വിരൽ വെച്ച് തന്നെ ഇത് പരത്തി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യുക. 2 സൈഡും ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നത് വരെ ഫ്രൈ ചെയ്യാം. ഫ്രൈ ചെയ്യാനിട്ട ഉടനെ തന്നെ നമ്മൾ സ്പൂൺ കൊണ്ടൊന്നും അനക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പാൻ തന്നെ ഒന്ന് അനക്കി കൊടുത്താൽ മതിയാകും. എന്നിട്ട് ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞതിന് ശേഷം മാത്രം ഇത് മറിച്ചിടുക. നമ്മുടെ ഇത് ഒരു സൈഡ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കൂടുതൽ ഡാർക്ക് ആകണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഇത് ഫ്രൈ ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് എണ്ണയിൽ നിന്ന് എടുക്കാം. വളരെ കുറച്ച് എണ്ണ കൊണ്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുത്തത്, കണ്ടോ. ഇതല്ലെങ്കിൽ നമ്മൾ ഈ പാനിൻ്റെ പകുതിയോളം എണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ സാധാരണ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ആകെ 2 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചത്. ഇനിയിപ്പോൾ ബാക്കി 2 ടേബിൾ സ്പൂണിൽ 1 ടേബിൾ സ്പൂൺ കൂടുതൽ എണ്ണ ബാക്കിയുണ്ട്. നമ്മളുടെ ബാക്കി ബാറ്ററും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1/2 കപ്പ് വെർമിസെല്ലി കൊണ്ട് നമ്മൾക്ക് 1 പ്ലേറ്റ് നിറയെ സ്നാക്ക് കിട്ടും. ടീ സ്നാക്ക് വളരെ ടേസ്റ്റാണ് കേട്ടോ ഇത് കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ പ്ലേറ്റ് കാലിയാകണമെന്ന് അറിയില്ല. വളരെ ഫാസ്റ്റിന് ഇത് തിന്ന് തീർത്തോളും. വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ വെർമിസെല്ലിയൊക്കെ നമ്മളുടെ കൈകളിൽ ഇപ്പോൾ സാധാരണ ഉണ്ടാകണമാണ്. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാനായിട്ട് വെർമിസെല്ലി ഉപയോഗിക്കാറുണ്ട്. പിന്നെ പുലാവൊക്കെ ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ അതൊക്കെ കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുപോലെ നല്ല സ്നാക്കും കൂടി ഉണ്ടാക്കാം. അപ്പോൾ കണ്ടോ, 2ാമത്തെ സെറ്റും റെഡിയായി. ഇതാ 1 പ്ലേറ്റ് നിറച്ചുണ്ട്. 1 കപ്പ് 1/2 കപ്പ് വെർമിസെല്ലി വേവിച്ചതാണ് ഞാൻ എടുത്തത്. ബാക്കി വന്ന എണ്ണ ഉണ്ടോ, ഇത് നമുക്ക് കളയാനായിട്ട് ഒരു വിഷമം ഉണ്ടാവില്ല. ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ആവശ്യമേ വരുള്ളൂ ഇതൊന്ന് തുടച്ച് കളയാനായിട്ട്. അപ്പോൾ നമ്മളുടെ വളരെ ക്രിസ്പിയും ഡെലീഷ്യസുമായിട്ടുള്ള
ഈവനിങ് സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് സാധനങ്ങളുണ്ട് ഒരു പ്ലേറ്റ് നിറച്ച് സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അവർ വേഗം പ്ലേറ്റ് കാലിയാക്കി തരും. ചായയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.